നല്ല ഒരു പുനരുദ്ധാനത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും കർത്താവ് തരുന്ന വലിയ കൃപയ്ക്കായി ഞാൻ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് എടുത്തു. വെള്ളിയാഴ്ചയും പ്രാർത്ഥനയെക്കുറിച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനമെടുപ്പാൻ ദൈവം തമ്പുരാൻ കൃപ ചെയ്തു. ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്തെണ്ണം പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ ആത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ് അവൻ ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടതിന് ശേഷം മൂന്നര വർഷക്കാലം ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു കർത്താവ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത്, നീ ഞങ്ങളെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന. പ്രാർത്ഥന ആത്മാവിലായാൽ, പ്രാർത്ഥന ആത്മാവിൻ്റെ ശക്തിയിലായാൽ പിശാചിൻ്റെ ബന്ധനങ്ങൾ അഴിയപ്പെടുവാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ അറിയണം, യേശു കർത്താവ് പറഞ്ഞതുപോലെ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് പകലിൽ എത്ര പേർ വിശ്വാസത്തിൽ കിടക്കുന്ന എനിക്കറിഞ്ഞൂടാ. പ്രാർത്ഥിക്കുന്ന ഒരുവൻ, ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരുവൻ ജീവിതത്തിൽ പരാജയമല്ല, പ്രാർത്ഥിക്കുന്നവൻ ജയകരമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ്റെ മുന്നിൽ പിശാചിന് ബന്ധനങ്ങളെ ഇടാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ ബന്ധനങ്ങളെ അഴിക്കുന്ന ാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ കെട്ടുകൾ കെട്ടപ്പെട്ടെന്നല്ല അറിയുന്നത്, കെട്ടുകൾ അഴിയപ്പെട്ടെന്ന് അറിയുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടെന്ന കേൾക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി വഴികൾ തുറക്കപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി അവൻ നിരാശയിലേക്ക് പോകത്തില്ല, അവൻ സങ്കടത്തിലേക്ക് പോകത്തില്ല. തക്ക സമയത്ത് അവൻ ഫലം കായ്ക്കുന്നതാ. പ്രാർത്ഥിക്കുന്ന ഒരുവൻ അറിയണം, അവനെ എവിടെ ദൈവം തമ്പുരാൻ നട്ടിരിക്കുന്നു, ആറ്റരികത്താട്ട് അട്ടിരിക്കുന്നത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ അവനെ മാറും. ദുഷ്ടന്റെ ആലോചന അവന്റെ മേൽ വരത്തില്ല. ഹല്ലേലൂയ. അവന്റെ നടത്തിപ്പ് സ്വർഗത്തിലെ ദൈവമാകിയ കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. മുൻപോട്ടും പിൻപോട്ടും നടക്കുമ്പോൾ അവനെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. കിഴക്കൊന്നും തെക്കൊന്നും പടിഞ്ഞാറുമൊന്നും അല്ല അവന്റെ അനുഗ്രഹം വരുന്നത്, സ്വർഗത്തിൽ നിന്നാണ് അവന് അനുഗ്രഹം വരുന്നത്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ അറിയണം, അവന് വേണ്ടിയുള്ള ഉയരത്തിൽ കരുതി വെച്ച ഒരു നല്ല ദൈവമുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരുമെന്ന് പറയുന്നതിന്റെ കാരണം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനോട് കൂടിയാണ്. ദൈവം അനുഗ്രഹിക്കുന്ന വഴികൾ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി ദൈവം കരുതുന്നതാണ്. യേശു കർത്താവ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. യേശു പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു. യേശുവിന്റെ ശിഷ്യന്മാരും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ അറിയണം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് തുടക്കത്തിന് എടുക്കണ്ട, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് തുടക്കത്തിനകത്ത് പറഞ്ഞു, ഹല്ലേലൂയ, ദൈവം തന്നെ സാദൃശ്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ആദത്തെയും ഔവയും കാണുമ്പോൾ പിശാച് അവർ അടുത്തേക്ക് വന്നിട്ട് പിശാച് ചോദിക്കുന്നു, ഈ നിൽക്കുന്ന ഭക്ഷണത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് തിന്നാൽ നീ മരിച്ചു പോകും? എന്നാൽ അവൻ പറയുന്നു, ഇല്ല, നീ ഭക്ഷിക്കുകയാണെങ്കിൽ നീ ദൈവത്തെ പോലെ ആകും എന്ന് പിശാച് പറയുമ്പോൾ അവിടെ അകത്തൊരു മോഹമുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതിനെ മാറ്റി എഴുതിയിട്ട് പറഞ്ഞു, നീ ദൈവത്തെ പോലായി തീരുന്ന തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ പകർന്നു. കാരണം നടത്തിപ്പ് പിശാചിനാലല്ല, നടത്തിപ്പ് ദൈവത്താലാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിനകത്ത് ഞാൻ പറയാം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധികമായി ദൈവസന്നിധി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ മറിഞ്ഞു നിന്റെ ജീവിതത്തിന്റെ ഏത് താളപ്പഴയ്ക്കകത്തൂടെ നടന്നാലും ഇന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇന്ന് നീ പേപ്പറിനകത്ത് എഴുതി വെച്ചു, വെട്ടുക്കിളി തുള്ളന് തിന്ന് മുടിച്ച കാലം പോലും മടക്കി തരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയാം, മരണക്കിടക്ക നിന്റെ മുന്നേ വിരിച്ചാല്, മരണം നടക്കാൻ പോകുന്ന ലോകം പറഞ്ഞാല്, സ്വർഗത്തിലെ ദൈവം നിന്റെ ആയുസ്സിനെ വർദ്ധിപ്പിച്ച് ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണോ നീ? ഇന്ന് പകലറിഞ്ഞോ, നിന്റെ ജീവിതം പരാജയമല്ല. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിനകത്ത് ഒരു ഉയർപ്പിനെ സ്വർഗത്തിലെ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. പ്രാർത്ഥിക്കുന്ന നെടുമ്പാട് വീണ് ദൈവസന്നിധി നിൽക്കുന്നവനെ ഓർത്തോ, നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതാ. അതുകൊണ്ട് പഴയ നിയമത്തിലെ അബ്രഹാമിനെ കാണുമ്പോൾ, അബ്രഹാം മാംബ്രയുടെ തോട്ടത്തിൽ ദൈവത്തിന്റെ സന്നിധി നെടുമ്പാട് വീണ് കടന്ന് പ്രാർത്ഥിച്ചവനാണെങ്കിൽ, അവന്റെ മക്കളുടെ കാര്യം പറയുമ്പോൾ ഈ സഹാക്കിനെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചെങ്കിൽ, യാക്കോബിനെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചെങ്കിൽ, അപ്പം പ്രാർത്ഥിക്കുന്നവനായിരുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം അറിയണം, പ്രാർത്ഥന സമയത്ത് അതിലെ ഇതിലെ നടക്കുന്നവന്റെ തലമുറയല്ല ദൈവം അനുഗ്രഹിക്കുന്നത്, അതിൽ കുറ്റം പറയുന്നവന്റെ തലമുറയല്ല അനുഗ്രഹിക്കുന്നത്. ദൈവസന്നിധി വിശ്വസ്തയോടെ
തലയോടെ നിൽക്കുന്നവൻ ഇന്ന് പകൽ എഴുതി വെച്ചോ, നിന്റെ തലമുറ ദേശത്തെ പിടിക്കുന്ന ആമീ ശക്തിയാക്കി ദൈവം തമ്പുരാൻ മാറ്റോ. അവൻ വാലുള്ള തലയാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവന്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ആമേ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാകണം. എത്ര പേർ വിശ്വാസത്തോടെ ആമേ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാകണം? യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? യേശു കർത്താവ് ആമീൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് 22-ാം അധ്യായം 41-ാമത്തെ വാക്യം പറയുന്നു, താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. യേശു കർത്താവ് ഒരു കല്ലേറ് ദൂരത്തോളം ശിഷ്യന്മാരെ വിട്ട് മാറിപ്പോയി അവൻ മുട്ടുകുത്തി പ്രാർത്ഥിപ്പാനിരുന്നു. 40-ാമത്തെ വാക്യം പുറകോട്ട് വരുമ്പോൾ പറയുന്നു, ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. പ്രതിസന്ധി വന്നിട്ട് ഉപവസിക്കാനിരിക്കരുത്, പ്രതിസന്ധി വന്നിട്ട് പ്രാർത്ഥിക്കാനിരിക്കരുത്. പ്രതിസന്ധി നീ പോലും അറിയാതെ കടന്നു പോവും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ. ഹല്ലേലൂയ. രോഗങ്ങൾ വരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, പ്രതികൂലം വരത്തില്ലെന്നല്ല പറഞ്ഞേ. മത്തായിയുടെ സുവിശേഷത്തിനകത്ത് പറയുന്നു, രണ്ടുപേർ ഭവനം വെച്ചു, ഒന്ന് മണലിന്മേൽ വെച്ച ഭവനവും ഒന്ന് പാറയുടെ മേൽ വെച്ച ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ 2 ഭവനങ്ങളുടെ മേലെ കാറ്റടിച്ചു, വൻ തിരയടിച്ചു. പക്ഷെങ്കിൽ മണലിന്മേൽ വെച്ചത് തകർന്നു പോയെങ്കിൽ, പാറയുടെ മേൽ അടിസ്ഥാനം ഇട്ടതിനെ തകർക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇന്ന് പകലിൽ പ്രാർത്ഥനയിൽ ഒരു അടിസ്ഥാനം ഇട്ടവനാണോ ഇന്ന് പകൽ എഴുതി വെച്ചു, പ്രതികൂല കാറ്റുകളും വന്നാൽ നീ തകർന്നു പോകാൻ സ്വർഗ്ഗം അനുവദിക്കത്തില്ല. ഓ, എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? പ്രാർത്ഥിക്കുന്നവരായി മാറാം. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 41-ാമത്തെ വാക്യം പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 41-ാമത്തെ വാക്യം, യേശു അവർ കല്ല് നീക്കി, യേശു മേൽപോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നതിന്റെ തെളിവിനെ കൊണ്ടുവന്ന് പറയുക. ഈ സ്ഥലം എവിടെയാ? ബഥാനിയിലുള്ള ലാസറിന്റെ ഭവനമാണ്. ലാസറിന്റെ സഹോദരിമാർ യേശു കർത്താവിന്റെ കൂടെ നടക്കുന്നവർ. ആ ബഥാനിയിലെ ലാസറിന്റെ ഭവനത്തെ യേശു അധികമായി സ്നേഹിച്ച ഭവനം. ഈ ഭവനത്തിനകത്ത് ലാസർ മരിച്ചുപോയി 4 ദിവസമായി. കല്ലറയിൽ അടക്കപ്പെട്ടു. ഈ കല്ലറയിൽ അടക്കപ്പെട്ടിടത്ത് യേശു കർത്താവ് വരുന്നു. യേശു കർത്താവ് വന്നിട്ട് 41-ാമത്തെ വാക്യമാണ്, കല്ല് നീക്കുവിൻ. യേശു എന്നിട്ട് യേശു മേൽപോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനെ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപ്പൊ പ്രാർത്ഥനയിൽ യേശു പറഞ്ഞത് ആര് കേട്ടു? ഓ, എത്ര പേർ ഉറപ്പ് വരുന്നുണ്ട്? ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ വരുന്നതിന് മുമ്പ് യേശു പറയുന്നു, ലാസർ നിദ്ര കൊണ്ടു, അവനെ എന്ത് ചെയ്യാൻ പോവാ? ഉണർത്താൻ അത്രേ പോകുന്നത്. ഇന്ന് പകലിൽ ആത്മാവിനകത്ത് തിരിച്ചറിഞ്ഞോണം, പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ മുന്നിൽ പ്രതികൂലം വരുന്നുണ്ടെങ്കിൽ തമ്പുരാൻ നിന്നെ ജയത്തിലേക്ക് മാറ്റുക തന്നെ ചെയ്യും. പ്രാർത്ഥനയിൽ ഇരിക്കുന്ന യേശു കർത്താവ് പറയുന്നു, യേശു പറയുക, ഞാൻ പോകുന്നത് ലാസറിനെ ഉണർത്തുവാൻ അത്രേ. ഇന്നിപ്പോ യേശു നിൽക്കുന്നത് ലാസറിന്റെ കല്ലറയുടെ വാതിൽക്ക് വന്നിട്ട് പറഞ്ഞു, കല്ലറയുടെ വാതിലിനെ തുറക്കുവാൻ പറഞ്ഞിട്ട് പറഞ്ഞു, പിതാവേ, എന്റെ അപേക്ഷ കേട്ടതിനാൽ. കണ്ടോ? കേൾക്കണമെന്നല്ല പറഞ്ഞേ, കർത്താവേ, മനസ്സലിഞ്ഞ് ഈ രോഗിയെ സൗഖ്യമാക്കണമേ. കേട്ടിട്ടില്ലേ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, മനസ്സലിവുണ്ടാകണമേ. പ്രാർത്ഥിക്കുന്ന അപേക്ഷ കേട്ടിട്ടുണ്ടോ? പത്രോസ് യോഹന്നാനും സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിൽക്ക് വന്നു. പ്രാർത്ഥിക്കുന്ന യോഹന്നാനും പ്രാർത്ഥിക്കുന്ന പത്രോസും കടന്നു വന്നിട്ട് സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിൽക്ക് കടന്നിട്ട് പറഞ്ഞു,
പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, നസറനാം യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റന്റെ. കാരണം പത്രോസ് യോഹന്നാനും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നവന്റെ ശബ്ദത്തിനകത്ത് അത്ഭുതമുണ്ട്. ഇവിടെ പറയുന്ന എൻ്റെ അപേക്ഷ കേട്ടത് ഞാൻ നിന്നെ വാഴ്ത്തുന്നു, എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവിനെ പറയുന്നു, എപ്പോഴും നീ എൻ്റെ പ്രാർത്ഥന കേൾക്കിയിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് ലാസറേ പുറത്തു വരിക എന്ന് യേശു കർത്താവ് കൽപ്പിച്ചു. ഇന്ന് പകലിൽ അകത്തറിയുന്നുണ്ടോ എത്ര പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്, എത്ര സമയം പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുന്നുണ്ട്, എത്ര സമയം ആരാധനാലയത്തിൽ വന്ന് നിന്റെ മുഴങ്കാല് മടക്കുന്നുണ്ട്. ഒരാഴ്ചയിൽ 1 മണിക്കൂർ ആണോ ഇരിക്കുന്നേ? ദൈവസന്നിധിയിൽ എത്രത്തോളം സമയം നീ കണ്ടെത്തുന്നു ആരാധനയ്ക്കായി? നിനക്ക് ജീവനെ തന്നവൻ്റെ വരികിൽ എത്ര സമയം ഇരിക്കുന്നുണ്ട്? എല്ലാത്തിനുമായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം എടുത്തേ. ഞാൻ വേഗത്തിൽ 1-2 വാക്യം കടന്നതിന് ശേഷം ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ. ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, യേശു എങ്ങനെയുള്ളവനായിരുന്നു? യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യേശു പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവനായി. രാത്രി മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുമ്പോൾ അറിയാം, ആമി വിജനമായ സ്ഥലത്ത് ഏകനായി യേശു കർത്താവ് പ്രാർത്ഥിച്ചു. മത്തായിയുടെ സുവിശേഷം 6-ൽ വന്നപ്പോൾ യേശു പറഞ്ഞു, വറയിൽ കയറി വാതിലടച്ച് നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് പിതാവുമായി സംസാരിക്കാൻ, പ്രാർത്ഥിക്കുവാനായിരുന്നു. ഈ പ്രാർത്ഥന ആര് കണ്ടിട്ടുണ്ട്? ശിഷ്യന്മാർ കണ്ടു. അവരും പറഞ്ഞു, ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണം. പ്രാർത്ഥന അത്ഭുതമാണെന്നും പ്രാർത്ഥനയിൽ കൂടിയാണ് യേശു കർത്താവ് അത്ഭുതം ചെയ്യുന്നു ഇവരുടെ അകത്ത് വെളിപ്പെട്ടു. അത്ഭുതം ചെയ്യാൻ ഇവർ ചോദിച്ചില്ല, പഠിപ്പിക്കാൻ പറഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ 18-1 പറഞ്ഞു, യേശു പറയുന്നു 18-ാം അധ്യായം 1-ാമത്തെ വരെ എപ്പോഴും എന്ത് ചെയ്യണം? മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പൊ എന്ത് ചെയ്യരുത്? പ്രാർത്ഥനയിൽ എന്ത് ചെയ്യരുത്? മടുത്തുപോകരുത്. പ്രാർത്ഥനയും മടുത്തുപോയവരൊക്കെ എവിടെയൊക്കെ ഇരിപ്പുണ്ട്. അതിനായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. കണ്ടും കേട്ടും മനസ്സ് മരവിച്ച പോയവർ ഒരിക്കലും വിടുതൽ വരത്തില്ല. കണ്ടും കേട്ടും മനസ്സ് മരവിച്ചു പോയവർ ഒരിക്കലും ദൈവികമായ അത്ഭുതത്തിൽ വരത്തില്ല. എന്നാൽ വിളിച്ചവനിൽ ഒരു വിശ്വാസം അകത്തു കിടന്നാൽ അവൻ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഉറ്റിരിക്കാൻ തുടങ്ങും. അവനറിയാം, ഈ പ്രതിസന്ധിയെ കടക്കാൻ എനിക്ക് പറ്റും, ഈ പ്രതികൂലത്തെ ജയിക്കാൻ എനിക്ക് പറ്റും. കാരണം എൻ്റെ കർത്താവ് എൻ്റെ അപേക്ഷ കേൾക്കുന്നതാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നവരായി മാറണം. 1 തീമോത്തിയോസിന്റെ പുസ്തകം 1 തീമോത്തിയോസ് 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. 1 തീമോത്തിയോസ് 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. 1:17. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 2:10. കർത്താവിന് സ്തോത്രം. 2 തെസ്സലോനിക്കർ ആയിരിക്കാം. 2 അല്ലല്ല, അവിടെയല്ല. ഇവിടെ നിങ്ങളുടെ അകത്ത് തെറിഞ്ഞാൽ മതി. എപ്പോൾ ഈ കർത്താവ് പറഞ്ഞത് എന്തുവാണ്? എപ്പോഴും എന്ത് ചെയ്യണം? മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം. പ്രാർത്ഥിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 11:24. മർക്കോസിന്റെ സുവിശേഷം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും? യാചിക്കുന്നൊക്കെ എന്ത് ചെയ്യും?
ലഭിച്ചു എന്ന് എങ്ങനെ വിശ്വസിക്കണം? എങ്ങനെ വിശ്വസിക്കണ്ടേ? എങ്ങനെ അറിയുന്നേ? എങ്ങനെ ഇരിക്കണം? പ്രാർത്ഥനയിലിരിക്കണം. പ്രാർത്ഥനയിൽ ഒരുവൻ ഉറ്റിരിക്കുമ്പോഴാണ്, പ്രാർത്ഥനയിൽ ഇരിക്കുന്നവനാ പറയുന്നത് ഇല്ലാത്തത് ഉളവായി വരുന്നത്. പ്രാർത്ഥന എന്തിനെ കാണിക്കുന്നു? വിശ്വാസത്തെ കാണിക്കുന്നു. പ്രാർത്ഥനയിൽ ഇരിക്കുന്നവൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അവൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നേ? മർക്കോസിന്റെ 11:24. നിങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉളവായി വരും എന്ന് പറഞ്ഞു. അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ എങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കണം? വിശ്വാസത്താലുള്ള. ആരിലുള്ള വിശ്വാസത്താൽ? ദൈവത്തിലുള്ള വിശ്വാസത്താൽ പ്രാർത്ഥിക്കുമ്പോൾ അവരെന്ത് ലഭിക്കപ്പെടും പറഞ്ഞു? യാചിച്ചതൊക്കെ ലഭിക്കപ്പെടും. ലഭിക്കപ്പെടുന്നുണ്ടോ? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ ദൈവാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? യേശു കർത്താവ് പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യേശു കർത്താവ് അടയാളമിട്ടവർ. യേശു കർത്താവിനോട് ഇത്ര ഞാൻ കൊണ്ടുവന്ന വചനത്തിൽ കിടക്കാൻ പോകുന്നത്. യേശു കർത്താവിനോട് നടന്ന ശിഷ്യന്മാരെന്തായിരുന്നു? അവർ ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട് ഇന്ന് പകലിൽ? അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വന്നേ. ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അവർ പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. യേശുവിനോടുകൂടെ. ഇവിടെ നോക്കണം. ഇവിടെ സുന്ദരം എന്ന ഗോപുരത്തിന്റെ വാതിൽക്ക് ഒരു അത്ഭുതം നടന്നു. എന്താ അവിടെ നടന്നത്? ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ സൗഖ്യമായി. ആർക്കും നിഷേധിക്കാൻ മേലാത്ത ഒരു അടയാളം വന്നു. അവിടെയുള്ള മനുഷ്യന്മാർ കൂടിയിട്ട് പറയുന്നൊരു വാക്കാണ് 13-ാമത്തെ. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും. കണ്ടോ, ഇവരിലേക്ക് വരുക. ഇവരെന്തില്ലാത്തവരാ? പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും. കണ്ടോ, ഇവരാരാണ്? ഇവരൊരു സാധാരണ മനുഷ്യരാ. ഇവർക്ക് PhD പറയാനില്ല, വലിയ കുടുംബശ്രേഷ്ഠതകൾ പറയാനില്ല, ഇവർക്ക് പുകഴാനുള്ളത് ഒന്നുമില്ല. പക്ഷെ ഒന്നുണ്ട്, ഇവരെന്താ ചെയ്യുന്നവരായിരുന്നു? ഇവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതിൻ്റെ കാര്യം പറയുന്നു. മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. ഇവരാരോട് കൂടെ നടന്നവനാ? ഇന്ന് പകല് അറിഞ്ഞു ആരുടെ കൂടെ നടന്നാലേ അനുഗ്രഹം ഉള്ളൂ? യേശു കർത്താവ് ഇവരെ എന്താ പഠിപ്പിച്ചേ? പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചേ. ഇവിടെ പറയുന്നു യേശുവിനോട് ആശ്ചര്യപ്പെട്ടവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നറിഞ്ഞു. ഈ വലിയൊരു അത്ഭുതം നടക്കാൻ കാരണം, അടയാളങ്ങൾ നടക്കാൻ കാരണം അവരാരുടെ കൂടെ ഉണ്ടായിരുന്നു? യേശുവിൻ്റെ കൂടെ ആയിരുന്നു. 14-ാമത്തെ വാക്യം പറയുന്നു, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ ആർക്കും എതിർക്കാൻ മേലാത്ത അടയാളമാകുന്നതിന്റെ കാരണം അവർ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുന്നവന്റെ കൈകളിൽ അത്ഭുതങ്ങൾ നടക്കും. പ്രാർത്ഥിക്കുന്നവൻ പ്രവചിക്കും, പ്രാർത്ഥിക്കുന്നവൻ രോഗിയെ സൗഖ്യമാക്കും, പ്രാർത്ഥിക്കുന്നവൻ ഭൂതഗ്രസ്തരെ വിടുവിക്കും. എന്നാൽ ലോകത്തിന്റെ ജ്ഞാനം കിട്ടുന്നവൻ വലിയ വലിയ കാര്യങ്ങളും ഫിലോസഫികളും പ്രവർത്തിക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്നവന്റെ കൈകളാൽ അത്ഭുതങ്ങൾ നടക്കും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഫിലോസഫികൾ പഠിച്ചവനും പല പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചവനും ലോകത്തിന്റെ അന്ത്യം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ലോകാവസാനത്തെക്കുറിച്ച് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ വിദ്യാഭ്യാസമല്ല വിഷയം. സാധാരണ മനുഷ്യനാണെങ്കിലും ദൈവം നിന്നെ അസാധാരണനാക്കി മാറ്റുക തന്നെ ചെയ്യും. പ്രാർത്ഥനയുടെ പ്രത്യേകത, പ്രാർത്ഥിക്കുന്നവൻ സാധാരണക്കാരനല്ല, പ്രാർത്ഥിക്കുന്നവൻ അസാധാരണനായി ദൈവം തമ്പുരാൻ മാറ്റോ. എന്തുകൊണ്ട് മാറ്റുന്നു? പിശാച് ഭയപ്പെടുന്നത് പ്രാർത്ഥിക്കുന്നവനെയാ. ഭൂതങ്ങൾ
മഹത്വങ്ങൾ വെളിപ്പെടുന്നത് അവൻ പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിലാണ് കീഴടങ്ങപ്പെടുന്നത്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പ്രാർത്ഥിക്കുന്നവനെ ദൈവം തമ്പുരാൻ അറിയുന്നവനാണ്. അവൻ എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്, അവൻ ജ്ഞാനമുള്ളവനെ അല്ല അറിയുന്നത്, പ്രാർത്ഥിക്കുന്നവനെ സ്വർഗം അറിയുന്നത്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? പത്രോസിനെ ദൈവം അറിയുന്നതിന്റെ കാരണം പത്രോസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഇവിടെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. അപ്പൊ ഇവിടെ പറഞ്ഞ വാക്കിനകത്ത് നോക്കുവോ, അവ ഇവിടെ പറയുന്ന ഇവർ ആരാണെന്നാ പറയുന്നേ? ഇവർ യേശുവിനോട് കൂടെ കാര്യം പറയുക. ഇവരാരാണ്? ഇവര് പഠിപ്പില്ലാത്തവർ. കണ്ടോ, ഇവർ എന്നാണെന്നാ പറഞ്ഞേ? മനുഷ്യന്റെ മുന്നേ പറയും ഇവൻ എന്തില്ലാത്തവനാ? പഠിപ്പില്ലാത്തവൻ. ഇവര് സാമാന്യക്കാരൻ, സാധാരണക്കാരൻ അല്ലേ? ഇവരെ മനുഷ്യരുടെ മുന്നേ കണക്ക് കൂട്ടുമ്പോൾ ഇവരെന്തില്ലാത്തവരാ. പക്ഷെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഇവരെ യേശുവിൻ്റെ കൂടെയുള്ളവരാ. അതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വിളിച്ചു പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ. ഇന്ന് പകൽക്കാലം പറഞ്ഞു മുമ്പുള്ളവയെ ഇനി എന്നാ ചെയ്യണ്ട? ഓർക്കണ്ട. ഇനിയും പണ്ടുള്ളവയെ നീ നിരൂപിക്കാൻ വേണ്ട. എന്നതാ ചെയ്യാൻ പോകുന്നേ? ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. അത് നിങ്ങൾ അറിയുന്നില്ലയോ? പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ അറിഞ്ഞോണം, പണ്ടുള്ളവയോ നീ ഓർക്കണ്ട കേട്ടോ. പണ്ട് നിന്റെ ജീവിതം എങ്ങനായിരുന്നു ഓർക്കണ്ട. പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ സ്വർഗം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക. പണ്ടുള്ളതേ നീ ഓർക്കണ്ട. പണ്ട് നിന്റെ ജീവിതത്തിനകത്തെ വഴികളെ നീ ചിന്തിക്കണ്ട. പണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ ഓർക്കണ്ട. പണ്ട് നിന്റെ ജീവിതത്തിന് പ്രതികൂലത്തെ കാണണ്ട. ഇന്ന് നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നിന്റെ കൈകളാൽ ചില അത്ഭുതങ്ങളിലേക്ക് മാറ്റുവാൻ പോകുക. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. സ്വർഗം പറയുക, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അതിപ്പോൾ ഉത്ഭവിക്കാൻ പോകുകയാണ്. യേശു പറയും, ദാഹിക്കുന്നവരൊക്കെ എന്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. ഇന്ന് പകൽ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അവരുടെ അകത്തുനിന്ന് നീരുറവ ഒഴുകി തുടങ്ങും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇതാ പുതിയൊന്ന് ഞാൻ ചെയ്യുന്നു, ഇപ്പോൾ ഉത്ഭവിക്കും. അത് നിങ്ങൾ അറിയുന്നില്ലയോ? അത് ഞാൻ മരുഭൂമിയിൽ വഴിയോ നിർജ്ജന പ്രദേശത്ത് നദികളുമാകും. ഇന്ന് പകൽ ദൈവാത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, ദൈവ പൈതലെ നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്നെ മരുഭൂമിയുടെ അവസ്ഥക്കകത്താണ് ഇന്ന് നീരുറവയായി മാറാൻ പോകുകയോ. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ദൈവം തരാൻ പോകുകയോ. ഒരു നിർജ്ജന പ്രദേശത്ത് ഒരു നദി പോലെ നീ പ്രാർത്ഥിക്കുന്നവനാണ് പരാജയമല്ല. നീ പ്രാർത്ഥിക്കുന്നവനാണ് അത്ഭുതം വരാൻ പോകുക. നീ പ്രാർത്ഥിക്കുന്നവനാണ് വഴി തുറക്കപ്പെടാൻ പോകുക. ഒരു നദി വരുന്നുണ്ട്. ആമേ, ഇന്ന് പകൽ വിശ്വസിച്ചോ, ഒരു നദി വരാൻ പോകുക. പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. പ്രാർത്ഥനയ്ക്കകത്ത് ഒരു അത്ഭുതമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ തിരിച്ചറിഞ്ഞോ, ഒരു നദി ഒഴുകി തുടങ്ങാൻ പോകുക. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ അകത്തുനിന്ന് ഒരു നീരുറവ ഒഴുകി തുടങ്ങും. യെശയ്യാ പ്രവചിച്ചു വച്ചൊരു നീരുറവ ഒഴുകുമെന്ന് യേശു പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവന് അകത്തുനിന്ന് ഒരു നീരുറവ ഒഴുകി തുടങ്ങാൻ പോകുക. പത്രോസ് നിന്നപ്പോ ഒരു നീരുറവ ഒഴുകാൻ തുടങ്ങി. സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ ഒരു നീരുറവ ആത്മാവിനകത്ത് ഒഴുകാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ അറിഞ്ഞു പ്രാർത്ഥിക്കുന്നവനകത്തു തീർന്നു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗപിറങ്ങും. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വഴികൾ തുറക്കപ്പെടുക. പ്രാർത്ഥിക്കുന്നവന്റെ അകത്തുനിന്നൊരു നീരുറവ. ഹല്ലേലൂയ. ശൂന്യമാണോ ഇന്ന് പകലിൽ?
വഴികൾ അടയപ്പെട്ട് നിൽക്കുകയാണോ? ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അവ എന്തായി തീരുമെന്ന് ഓർക്കുന്നുണ്ടോ? നിർജ്ജന പ്രദേശത്ത് ഒരു നദിയെ തുറക്കുന്ന ഒരു യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നത്. ഒരു നിർജ്ജന പ്രദേശത്ത് ഒരു അരുവിയെ തുറക്കുന്ന ഒരു യേശുവിനെ ഞാൻ പറയുന്നത്. പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥനയ്ക്കുറ്റിരിക്കുന്നവർ ഇന്ന് പകലിൽ പറഞ്ഞു, വഴി തുറക്കാം. ഓ, വഴി തുറക്കാം. നിനക്ക് വേണ്ടി വഴി തുറക്കാം. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ വരും. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം അത്ഭുതമാക്കി മാറ്റാം. ഒരു നിർജ്ജന പ്രദേശമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഉയരത്തി നോക്കി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. വിദ്യാഭ്യാസം കൊണ്ട് ഒന്നും നേടാത്തവനെ എനിക്കറിയാം. വിദ്യാഭ്യാസം ഇല്ലാത്തവനെ സ്വർഗം ഉയർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് സാഹചര്യമല്ല കൊച്ചെ, സാഹചര്യത്തിനേക്കാൾ അപ്പുറേ ദൈവസന്നിധിയും കെടുമ്പാട് വീഴുന്നവനുണ്ടല്ലോ, അവന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധി വിശ്വാസത്തോടെ നിലനിൽക്കുന്നവനുണ്ടല്ലോ, അവന്റെ തലമുറ അപ്പത്തിന് ഇരക്കേണ്ടി വരത്തില്ല കേട്ടോ. അവന് വേണ്ടി വഴികളെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുന്നിൽ നീ മുഴങ്കാൽ മടക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ മുന്നിൽ നീ മുടക്കാൻ അനുവദിക്കത്തില്ല. അവയെ ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ. ഓ, വിശ്വാസത്തോടെ വിളിച്ചു പറ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണ് വിളിച്ചു പറ. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ഓ ഹല്ലേലൂയ. റബസൽ കലാദിയന്തര ഓറബൽ ഖൗഡവല രഹസ്യാന്തര. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ പറയുവാണ്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി മാറും. ഓ, ഉയരത്തിലെ ആത്മാവിനെ എത്ര പേര് ആമീൻ പറയുന്നു, ഏറ്റെടുക്കുന്നുണ്ട്? ഉയരത്തിലെ ആത്മാവിനെ ഇന്ന് പകൽ, ഉയരത്തിലെ ശക്തിയെ ഇന്ന് നിന്റെ മേൽ പകരുവോളെ ഉള്ളൂ കൊച്ചെ. നിന്റെ നിർജ്ജന പ്രദേശം ഒരരുവി ഒഴുകി തുടങ്ങാൻ പോവുക, ഒരരുവി ഒഴുകി തുടങ്ങാൻ പോവുക. ഓ, പ്രാർത്ഥനയ്ക്കുന്ന ദൈവ പൈതൽ അറിയണം, ഒരു നദി ഒഴുകാൻ തുടങ്ങുക. ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ദൈവം നിന്നെ മാറ്റുവാൻ പോകുക. ഓ ബീബൽ ഖരാദിയന്ത്. ഓ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ അറിയുക, ആമി അന്ധകാരത്തിന്റെ ശക്തികൾ മാറുന്നത്, ബന്ധനങ്ങൾ അഴിയുന്നത്, കെട്ടുകൾ അഴിയുന്നത്, രോഗി സൗഖ്യമാകുന്നത്, ഭൂതകസ്ഥർ വെടിവെക്കുന്നത്, പ്രവചനങ്ങൾ വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയാണ്. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഏലിയാവിനെ കുറിച്ച് ആമി വിളിച്ചു പറയുന്ന പോലെ, ഹല്ലേലൂയ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവില് ഏലിയാവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞു. ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ളവർ എന്ന കാര്യമെന്നറിയോ? ഏലിയാവ് പ്രാർത്ഥിച്ചെടുത്ത മഞ്ഞും മഴ നിന്നെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല് ഇന്ന് പകൽ നീ അറിയാ, നിനക്ക് വേണ്ടി സ്വർഗം ഇടപെടുക തന്നെ ചെയ്യാം. ഓ, നിനക്ക് വേണ്ടി സ്വർഗം ഇടപെടും. ഓ, സ്വർഗം ഇടപെടും. ഇന്ന് പകൽ ആത്മാവിനകത്ത് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സംസാരിക്കുന്ന ദൈവം, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വിടുതലിനെ അയക്കുന്ന ദൈവം, ഉയരത്തിലെ ശക്തിയെ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമാവും. ഓ, ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. മരുഭൂമി ഇന്ന് ഉദ്യാനമാവും. ഓ, ആത്മാവിനകത്തറിഞ്ഞു, പ്രാർത്ഥിക്കുന്നവന്റെ മേൽ സ്വർഗത്തിന്റെ ആത്മാവ് വന്നാൽ മരുഭൂമി ഉദ്യാനമാവും. ഓ, ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽ നടക്കാൻ പോവാ. ദൈവം ആത്മാവിനകത്ത് ഭരിച്ചറിഞ്ഞു. യേശു ആമേ ഹല്ലേലൂയ. ഒരു മരുഭൂമി ഉദ്യാനമാകണമെങ്കിൽ ആമേ ആത്മാവ് നിന്റെ മേൽ വരണമെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണമെങ്കിൽ, ജാതികളെ പോലെ ജൽപ്പനമല്ല, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2:38 നീ വരണം. എവിടെയാ 2:38 പറയുന്നേ? ആമി അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ വാക്യം. പത്രോസ് അവരോട്, പത്രോസിന് എന്തിനെ കിട്ടി? പരിശുദ്ധാത്മാവിനെ കിട്ടി. പത്രോസ് പറയുക, ഈ ആത്മാവിനെ നിങ്ങൾക്ക് കിട്ടണമെന്ന് വരികിൽ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ മരുഭൂമി ഒന്ന് ഉദ്യാനമാകണമെന്ന്, ഒരു നീരുറവയൊന്ന് ഒഴുകി തുടങ്ങണമെന്ന്, ഒരത്ഭുതങ്ങൾ നടക്കണമെന്ന്, ആമീ ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണമെന്ന്, ആമീ കുഷ്ഠരോഗികൾ നമ്മുടെ കൈകളിൽ അത്ഭുതമായി മാറണമെന്ന്, ആമീ വിടുതലിലേക്ക് ദൈവാത്മാവെന്ന്. ഞാൻ ഇന്നും നിങ്ങളോട് പറയാം,
ഘോര പ്രസംഗിക്കാൻ തിയോളജി പഠിച്ചാൽ മതി. തിയോളജി പഠിച്ചാൽ രോഗി സൗഖ്യമാകത്തില്ല. തിയോളജി പഠിച്ചാൽ പ്രവചനം വെളിപ്പെടത്തില്ല. തിയോളജി പഠിച്ച കുഷ്ഠരോഗി ശുദ്ധമാകത്തില്ല. ദൈവസന്നിധി മുഴങ്കാല് മടക്കുന്നവന്റെ മുന്നിൽ ഭൂതകസ്തർ വിടുവിക്കപ്പെടുവാൻ തുടങ്ങും. അവന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. യേശു പറഞ്ഞു, എന്റെ നാമത്തെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുവേ, രോഗികളെ സൗഖ്യമാക്കി, ഭൂതകസ്തരെ വിടുവിക്കാൻ, ദൈവരാജ്യം പ്രസംഗിക്കുവേ. ഇന്ന് പകൽക്കാലമാണ്. പ്രാർത്ഥിക്കുന്നവൻ പ്രവചിക്കും, പ്രാർത്ഥിക്കുന്നവൻ രോഗിയെ സൗഖ്യമാക്കും, പ്രാർത്ഥിക്കുന്നവൻ അത്ഭുതങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുന്നവൻ വിടുതലിനെ കൊടുക്കുക. ആമേൻ. ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, അവന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് വന്നപ്പോ 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. 6-ാമത്തെ സ്നാനമേൽക്കണം. പഴയ തൊട്ടി മുങ്ങിയ പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. കുഞ്ഞാരിക്കുമ്പം 36-56 ദിവസമുള്ളപ്പം വെള്ളത്തിയിട്ടിട്ട് മുക്കുന്ന പരിപാടിയില്ലേ, കിട്ടത്തില്ല കൊച്ചായി. കിട്ടണമെങ്കിൽ മാനസാന്തര സ്നാനം വേണമെന്ന് വചനം പറയുന്നു. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവനോട് ഞാൻ വിളിച്ചു പറയാ, നിന്റെ മേൽ പ്രാർത്ഥിക്കുന്നവനാണ് നിന്റെ മേൽ സ്വർഗത്തിന്റെ ആത്മാവ് വരും, സ്വർഗത്തിന്റെ ജീവനെ നിന്റെ മേൽ പകരും. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ പാപത്തിൽ വീഴപ്പെട്ടപ്പോൾ അവൻ മുഖാന്തരം ഭൂമി ശപിക്കപ്പെട്ടു പോയി. അവനെ ഏതെന്ന് പുറത്താക്കി. എന്നാൽ ആത്മാവ് വരുമ്പോ നഷ്ടപ്പെട്ടത് മടങ്ങി വരാൻ പോകുകയോ, ഏതനിൽ നഷ്ടപ്പെട്ടതോ നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ പോകുകയോ, ഏതനിൽ വീണ ശാപോ ഇന്ന് പകൽ അഴിക്കപ്പെടുന്നത് അവന്റെ ആത്മാവിനാലോ. വിശ്വസിക്കുന്നത് മാത്രം കർത്താവിനെ സ്വന്തം ചെയ്യും. ഏതനിൽ മാനവരാശിക്ക് വേണ്ടി നഷ്ടപ്പെട്ടത് എന്റെ കർത്താവിനാൽ എനിക്ക് മടങ്ങി വന്നെന്ന് പറയുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പറയുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങളുടെ മേൽ ലഭിക്കുക. ഈ ദാനം എവിടെ നിന്ന് വരുന്നു? സ്വർഗത്തിൽ നിന്ന് വരുന്നു. വചനം വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ നീ ശക്തി ലഭിച്ചിട്ട് നീ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരാം. ആത്മാവ് നിന്റെ മേൽ വരുമ്പോ, ഇന്നലെ കണ്ട കാര്യമല്ല ഞാൻ പറയുന്നത്, ഇന്നലത്തെ അവസ്ഥയല്ല ഞാൻ പറയുന്നത്. ഇന്ന് പകൽക്കാലം നീ ഉയരാൻ പോവാ. പഴയടത്തു നീ ഒന്ന് ഉയരാൻ പോകുക. എത്ര പേര് പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ പഴയതിനകത്തുനിന്ന് ചിറകടിച്ചൊന്ന് ഉയരാൻ പോകുക. എന്നിട്ട് വചനം പറയുന്നു, കഴുകന്മാരെ പോലെ നീ ചിറകടിച്ച് ഉയരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തി ഈ സഭാ ഹാളിൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി ഒരു മഴ പോലെ, തീ പോലെ ഈ പകൽ ഇറങ്ങി വരട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോ നിന്റെ ഭവനത്തിനകത്ത് അത്ഭുതം നടക്കും, നിന്റെ തലമുറയ്ക്കകത്ത് അത്ഭുതം നടക്കും. ആത്മാവിന്റെ ശക്തി നിന്റെ പ്രതികൂലത്തെ അനുകൂലമാക്കി മാറ്റും. നിർജ്ജല പ്രദേശത്ത് ഒരു നീരുറവ് ഒഴുകി തുടങ്ങും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ മരുഭൂമി ഉദ്യാനമാകാൻ പോവാ. നിന്റെ അവസ്ഥ മാറാൻ പോകുക. പരിശുദ്ധാത്മാവ് വന്നാൽ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തൊട്ടിയിലെ മാവിന് കുറവ് വരത്തില്ല. ഇന്ന് പകൽ ബന്ധനങ്ങൾ അഴിയാൻ പോകുക. പിശാച് അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനും വരുന്നവർ എന്റെ ദൈവം പറയുന്നു, ഞാൻ സമൃദ്ധിയായി ജീവനെ. എത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് പകൽ ഒരു അത്ഭുതത്തിലേക്ക്? ആത്മാവ് വന്നവൻ ഇരിക്കത്തില്ല. ആത്മാവ് വന്നവൻ അത്ഭുതം ചെയ്യാൻ തുടങ്ങും. ആത്മാവ് വന്നവൻ ചരിത്രങ്ങൾ പറയും.
ആത്മാവ് വന്നവൻ ഭൂതഗ്രസ്തരെ വിടുവിക്കുക. ആത്മാവിനുള്ളവനോട് പറയുക. യേശു ആത്മാവിലുള്ളവനെ യോഹന്നാൻ വിളിച്ചു പറയുക. എന്നാന്നറിയാവോ? അവൻ യോഹന്നാൻ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? എന്റെ മേൽ അവന്റെ ആത്മാവിനെ തന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ എന്റെ മേൽ പ്രത്യക്ഷനായി. എത്ര പേര് പറഞ്ഞു നിന്റെ മേൽ തേജസ് വന്നിരിക്കുന്നതിനാ? സ്വാമി വിശ്വാസത്തെ വിളിച്ചു പറഞ്ഞ യെശയ്യാ പ്രവാചകൻ 40 പറയുക, 41 വിളിച്ചു പറയുക, നിന്റെ മേൽ ദൈവത്തിന് തേജസ് വന്നിരിക്കുന്നതിനാ. ഇന്ന് പകൽ നീ ഉയർത്തെഴുന്നേറ്റ് മതിയാകത്തുള്ളൂ. ആത്മാവിന്റെ ശക്തിക്കകത്ത് ഇന്ന് പകലിൽ നിന്റെ കൈകളിൽ അത്ഭുതം നടക്കുമെന്ന് ഒരു നിർജ്ജന പ്രദേശത്ത് ഒരു നീരുറവ ഒഴുകി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറഞ്ഞു, അതെന്നെ കുറിച്ചുള്ള പ്രവചനമാ, അതെന്നെ കുറിച്ചുള്ള പ്രവചനമാ, എന്നെ കുറിച്ചുള്ള പ്രവചനമാ. അത് സംഭവിക്കാൻ പോകുക, അത് സംഭവിക്കാൻ പോകുക, അത് സംഭവിക്കാൻ പോകുക, അത് സംഭവിക്കാൻ പോകുക. അതിനെ കുറിച്ച് യെരമ്യാ വിളിച്ചു പറഞ്ഞു, ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ദൈവം നിന്നെ മാറ്റുവാൻ പോകുക. ഈ സങ്കീർത്തനക്കാരെ വിളിച്ചു പറഞ്ഞു, ആറ്റരികത്ത് നട്ടിരിക്കുക തക്ക കാലത്ത് വർഷം ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ നീ ആയി മാറുമെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനറിയുക. ആത്മാവുള്ളവരെ ദൈവം നടത്തും. ഹല്ലേലൂയ. ആത്മാവുള്ളവൻ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവുള്ളവൻ തേടി പോകണ്ട, വന്നു ചേരും. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആത്മാവുള്ളവൻ തേടി പോകണ്ട, വന്നു ചേരും. ശൂന്യത വന്നാലും നിനക്കുള്ള വന്നുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ഏലിയാവിനെ നോക്കിക്കോണേ. ഏലിയാവിന് വന്നു ചേരുക, ഏലിയാവിന് വന്നു ചേരുക. ഏലിയാവിന് വന്നു ചേരുന്ന പോലെ നിനക്ക് ചില നന്മ വന്നു ചേരാൻ പോകുക. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലറിയാ നിനക്ക് വേണ്ടി വന്നു ചേരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന യേശു പടകിൽ എഴുന്നേറ്റപ്പോ കാറ്റ് ശാന്തമാകാൻ തുടങ്ങി. ഇന്ന് നിനക്ക് പ്രതികൂലമായി വരുന്ന ചില കാറ്റുകളുണ്ടോ? ഇന്ന് പടകിൽ നീ ഒന്ന് എഴുന്നേക്കാൻ റെഡിയാക, ആത്മാവിൽ എഴുന്നേക്കാൻ റെഡിയാക. ഇന്ന് പകലിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുക, ഒരു അത്ഭുതം നടക്കാൻ പോവുക, ഒരു വിടുതൽ നടക്കാൻ പോവുക. നിർജ്ജന പ്രദേശത്ത്, നിർജ്ജനമായ സ്ഥലത്ത് ഒരു അരുവി ഒഴുകി തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ അറിയണം, ഒരത്ഭുതത്തെ ഇന്ന് പകലിൽ യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോ അപ്പോസ്തലപ്രവൃത്തി 10:32 വരും പറയുവാണേ, യേശുവിന്റെ മേൽ നസ്രാനാം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നസ്രാനായ യേശുവിനെ ദൈവം പരിശുദ്ധ എവിടുന്ന് വരിക? ഉയരത്തിലെ ശക്തി വരുവോളം, ഉയരത്തിലെ ശക്തി ദൈവം എവിടെ ഇരിക്കുന്നേ? ഉയരത്തിലെ ശക്തി നസ്രാനാം യേശുവിൻ്റെ മേൽ, യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തവന്റെ അടയാളം പോവുക. ദൈവം അവനോട്, ദൈവാത്മാവ് ഒരുവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട്. രണ്ട് കാര്യങ്ങൾ. ആത്മാവ് വന്നപ്പോൾ എന്തൊക്കെ ചെയ്തു? നന്മ ചെയ്തു. പിശാച് ബാധിച്ചവരുടെ ബന്ധനത്തെ ആരഴിച്ചു? ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ അവന്റെ കൈകളിൽ അത്ഭുതങ്ങൾ നടക്കും.
പരിശുദ്ധാത്മാവില്ലാത്തവൻ പ്രസംഗിക്കും, പരിശുദ്ധാത്മാവുള്ളവൻ രോഗിയെ സൗഖ്യമാക്കും. 2 മണ്ഡലം ഞാൻ പറഞ്ഞുപോയി. പഠനം കൊണ്ട് പ്രസംഗിക്കാൻ പറ്റും, ആത്മാവ് കൊണ്ട് അത്ഭുതം ചെയ്യാൻ പറ്റും. ആത്മാവുള്ളവന്റെ കൂടെ ആരുണ്ടെന്ന് ഇവിടെ പറഞ്ഞു. നസ്രാൻ കൂടെ ഉണ്ടെന്ന് ആ പട്ടണം അറിയുന്നു. തബീത എന്ന് പറയുന്ന പെൺകുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന സ്ഥലത്ത് പത്രോസിനെ കൊണ്ടുവരുമ്പോ പത്രോസ് തബീതയുടെ കൈ പിടിച്ചിട്ട് തബീത എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മേൽ ജീവൻ വന്നതിന്റെ കാരണം സ്വർഗത്തിന്റെ ജീവൻ പത്രോസിന്റെ മേൽ നിൽക്കുന്നതാണ്. ഇന്ന് ആത്മാവ് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനോട് പറയാം, ആത്മാവ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്നോട് ദൂത ഞാൻ വിളിച്ചു പറയുന്ന നീ ഭവനത്തിൽ കാല് കുത്തുന്നതിന് മുമ്പ് അത്ഭുതങ്ങളുടെ വാതിൽ തുറന്നു കഴിയും. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ ആത്മാവിനകത്ത് വിളിച്ചു പറയാ, ഇന്ന് പകൽ ചില പ്രതികൂലത്തികള് പണ്ടുള്ളതിനെ നീ നോക്കേണ്ട ആവശ്യമില്ല. ഒരു നീരുറവ ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. ഒരു നീരുറവ ഉറവൽ ഖനാദിയന്ധര നിർജ്ജന പ്രദേശത്ത് ഒരു നീരുറവ വെളിപ്പെടുമെന്ന് ആത്മാവ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങും. ആത്മാവുള്ളവനെ ഇന്ന് പകൽക്കാലം പറയാം, ആത്മാവുള്ളവനെ ചങ്ങലകൾ കെട്ടാൻ പറ്റത്തില്ല. ആത്മാവുള്ളവൻ ഇവിടെ സ്വർഗം ഇറങ്ങി വരും. ആത്മാവുള്ളവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം സ്വർഗം ഇറങ്ങി വരാൻ തുടങ്ങും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ പരിശുദ്ധാത്മാവിൽ ഒരു പ്രാർത്ഥന അവൻ പത്രോസിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവർത്തിക്കകത്ത് പറയുന്നു, വെൺമാടത്തിൽ കയറി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അടുത്ത വാക്യം എടുക്കണം, പത്രോസ് പ്രാർത്ഥിക്കുമ്പോൾ വിവശതയിലായി, ആത്മാവിൽ നിറഞ്ഞു, ഒരു തുപ്പട്ടി ഇറങ്ങി വരുവാൻ തുടങ്ങി. അടുത്ത വാക്യം കാണുമ്പോൾ കൊർന്നല്യോസിന്റെ ഭവനം പത്രോസിന് വേണ്ടി തുറക്കാം. ഇന്ന് പകൽ ആത്മാവുള്ളവനോട് ഞാൻ വിളിച്ചു പറയാം, നിനക്ക് വേണ്ടി നീ തേടി പോകേണ്ട, നിനക്ക് വേണ്ടി ദൈവം വരും. നീ തേടി പോകേണ്ട പട്ടണങ്ങൾ നിന്നെ തേടി വരും. പട്ടണങ്ങൾ നിന്നെ തേടി വരും, അവസരങ്ങൾ നിന്നെ തേടി വരും, ജോലി നിന്നെ തേടി വരും, പ്രതികൂലം മാറും, നിനക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കാം. കാരണം നിന്റെ മേൽ ഇരിക്കുന്ന സ്വർഗത്തിന്റെ ജീവനായവന്റെ ആത്മാവാണെങ്കിൽ ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പത്രോസ് തേടിപ്പോയെന്നല്ല പറഞ്ഞേ, അമ്മ പത്രോസ് തേടിപ്പോയെന്നല്ല, പത്രോസിനെ തേടി വരുക. ഇന്ന് പകൽക്കാലം പറഞ്ഞത് നീ ഇരിക്കുന്നിടത്തേക്ക് തേടി വരുന്ന പദ്ധതിയുണ്ട്. നീ ഇരിക്കുന്നിടത്തേക്ക് നീ ചൂരച്ചോട്ടിൽ ഇരുന്നാല് കാക്ക നിന്റെ അരികിൽ തന്നെ വരും. ആമേ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചൂരച്ചോട്ടി ഇരുന്നാല് ആമേ കാക്ക നിന്നെ തേടി വരും. ആമേ പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിൽ അറിഞ്ഞോ, വറ്റിപ്പോകാത്ത നീരുറവ തുറക്കാൻ അറിയുന്ന ഒരു ദൈവത്തെ എത്ര ഇന്ന് പകലിൽ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്നവർ
വിശ്വസിക്കുന്നവർ മാത്രമേ കർത്താവിനെ സ്തോത്രം ചെയ്യും. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവ പൈതൽ, ഇന്ന് പകൽക്കാലം അറിയണം, ഹല്ലേലൂയ, ചിലത് മോശമെന്ന് പറഞ്ഞാൽ ആ മോശം അനുഗ്രഹമായി മാറാൻ പോവുക. ചിലത് പറയും, ഇന്ന് പകലിൽ നിന്റെ തലമുറയെ കുറിച്ച് ദേശക്കാര് പ്രവചിച്ചു വെച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്നെ കുറിച്ച് പ്രവചിച്ചു വെച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. നാളെ നിന്നെ കുറിച്ച് തിരിച്ചു പറയുന്ന ഒരു കാലം വിദൂരമല്ല കേട്ടോ. ഇന്ന് പകൽക്കാലം അറിയണം, നിന്നെ കുറിച്ച് പറഞ്ഞു വെച്ചത് തിരിച്ചു പറയാൻ അധിക സമയമൊന്നും വേണ്ട. ദൈവം അത് തിരുത്താൻ പോവുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയ്ക്കകത്ത് നോക്കിക്കൊണ്ട് ആത്മാവിനകത്ത് വിളിച്ചു പറയാ. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ അറിയണം, ഹല്ലേലൂയ, അത്ഭുതത്തിലേക്ക് ദൈവം തമ്പുരാൻ വിളിച്ചെങ്കിൽ അത്ഭുതം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. രണ്ട് കാര്യം, പരിശുദ്ധാത്മാവിനാലും. യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തും. രണ്ട് കാര്യം. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ലോകത്തിനറ്റത്തോളം. ഇന്ന് പകൽ ആത്മാവുള്ളവർ കർത്താവിനെ സ്തോത്രം ചെയ്യണം കേട്ടോ. നിനക്കുള്ള രാജ്യങ്ങളാണെങ്കിൽ രാജ്യത്ത് പോകാനായിരിക്കും നിനക്ക് വേണ്ടി രാജ്യം വാതിൽ തുറന്നോളും. നീ അങ്ങോട്ട് അന്വേഷിച്ച് പോകല്ല. ബ്രദറെ, എനിക്കൊരു വിസിറ്റിംഗ് വിസ തരാമെങ്കിൽ ഞാൻ അവിടെ വന്ന് 3 ചർച്ച പ്രസംഗിക്കാം. വേണ്ട. ആത്മാവുള്ളവൻ എങ്ങും പോകണ്ട, ആത്മാവുള്ളവനെ നടത്തിക്കൊണ്ടുപോ. എന്ന കാര്യമെന്നറിയാമോ? ആത്മാവുള്ളവനെ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയ യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആത്മാവുള്ളവനെ എടുത്തുകൊണ്ടുപോയി എത്യോപ്യ രാജ്യയുടെ നടന്ന രഥത്തിന്റെ അരികിൽ കൂടെ നടത്തി അവനെ സുവിശേഷം പറയിച്ച് മരുഭൂമിയെ സ്നാനപ്പെടുത്തുവാൻ ഇടയാക്കിയ ഒരു ദൈവത്തെ അത്ര ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, നീ വഴി തേടി പോകണ്ട, നിനക്കുള്ള വഴി ദൈവം ഒരുക്കിക്കൊണ്ടുവരും. ഇന്ന് നീ ഭാരപ്പെടുന്നുണ്ടോ? ചില വിഷയങ്ങളുടെ മുകളിൽ ഇന്ന് ഭാരപ്പെടേണ്ട ദൈവ പൈതലേ, നിനക്കുള്ള വഴി സ്വർഗം ഒരുക്കിക്കോണം. ഇന്ന് പകൽക്കാലം 2 ചുള്ളിലും പൊണ്ടിച്ച് ഒരടയും തിന്ന് ജീവിതം അവസാനിപ്പിക്കാമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് പകല് അടുത്ത സ്റ്റെപ്പ് നിനക്കുള്ള ദൈവം പറയാൻ പോകുക. അടുത്ത സ്റ്റെപ്പ് നിനക്ക് ദൈവം തരാൻ പോകുക. കഴിവിഞ്ഞൊഴുകുന്ന തലത്തിലേക്ക് ആ തൊട്ടിയിലെ മാവ് കുറയാത്തവണ്ണം ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, നിനക്കുള്ള കരുതൽ സ്വർഗത്തിലുണ്ട്. എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പ്രാർത്ഥനയിൽ ആത്മാവിൽ നിറയുന്നവൻ, പരിശുദ്ധാത്മാവിൽ നിറയുന്നവനോട് ഞാൻ ഇന്നും വിളിച്ചു പറയാ, നിന്നെ പത്മോസിൽ കളഞ്ഞാലും ഒന്നും വരത്തില്ല. ഇന്ന് നിന്നെ ജനം കൊണ്ട് പത്മോസിൽ കളഞ്ഞാലും, നിന്നെ മിലിത്യാദ്വീപിലെ അണലി കളിച്ചാലും നിനക്കൊരു അനർത്ഥവും വരത്തില്ല. കാരണം നിന്നോട് കൂടെ ഇരിക്കുന്നവർ സ്വർഗത്തിന്റെ ജീവനാ കേട്ടോ. വിശ്വസിക്കുന്നവർ, ആത്മാവി പ്രാർത്ഥിക്കുന്നവർ ഇന്ന് പകലിൽ അറിയണം, പരിശുദ്ധാത്മാവി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വഴികളെ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഈ ആത്മാവിനെ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2:38 പറഞ്ഞു, ഈ ആത്മാവിനെ ലഭിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞു നിർത്തിയതാ, എങ്ങനെ എടുക്കണം? പത്രോസ് അപ്പോസ്തലൻ പറയുക 2-ാം അധ്യായത്തിന്റെ 38 പറയുക. എങ്ങനെ പറയുന്നേ? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്. അപ്പൊ ഈ മാനസാന്തരപ്പെടാൻ പറഞ്ഞത് ഈ 56 വയസ്സായ കൊച്ചിനോട്, 56 ദിവസമായ കൊച്ചിനോടൊന്നുമല്ല. വിശ്വാസ സ്നാനത്തിനെ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പകരുന്നേ. അപ്പൊ ഇവിടെ പറയുന്നു, പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. അപ്പൊ ഈ കൊച്ചു പാപം ഒന്നും ചെയ്തിട്ടില്ലേ? ഈ ചെറിയ പോലെ ഈ കുഞ്ഞു പാപവും ചെയ്തിട്ടില്ല. പാപം ചെയ്യാൻ പ്രായമാകണ്ടേ? ഇവിടെ പറയുന്നു, നിങ്ങൾ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ. അപ്പൊ ഒരാൾ തന്നെത്താൻ എന്ത് ചെയ്യണം? തീരുമാനം എടുക്കണം. തന്നെത്താൻ ഒരു തീരുമാനമെടുത്ത് അവൻ സ്നാനപ്പെടുന്നത്. ഇവിടെ പറയുന്നു, പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നാനപ്പെടുവീൻ,
എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന സ്നാനം ലഭിക്കും. ആരുടെ നാമത്തിൽ നോർത്താൽ മതി? പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. വേറൊരു നാമവുമില്ല. യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർക്ക് മാത്രം ഉള്ള ഗിഫ്റ്റ്, സ്വർഗത്തിൻ്റെ ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം എന്ന പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ, ഞാൻ പറഞ്ഞു, നിർജ്ജന പ്രദേശത്ത് നീരുറവ തുടങ്ങും. ആത്മാവ് വന്നാൽ മരുഭൂമി ഉദ്യാനമാവും. വിടുതലുണ്ടെന്നോ ഇല്ലെന്നോ? ആത്മാവ് വന്നവന് വിടുതലുണ്ടോ ഇല്ലയോ? ആത്മാവുള്ളവനെ ബന്ധനത്തിൽ കിടക്കത്തില്ല. ആത്മാവുള്ളവൻ ദൈവനാമത്തിന് അത്ഭുതങ്ങളെ കാണും. ഉടാമന ഹദൽക്കനാദിയാന്തര. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളെ കാണുന്നവനാ. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുക, എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി എന്ത് ചെയ്യണം? കാത്തിരുന്നോണം. അപ്പൊ കാത്തിരിക്കാൻ പറഞ്ഞ പ്രാർത്ഥിക്കാനാണോ? കാത്തിരിക്കാൻ പറഞ്ഞു. ഇവരെവിടെ പോയിരുന്നു? സെഖിയോമാളിയ മുറിയിൽ ഇവർ കാത്തിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ഓരോരുത്തൻ്റെ മേൽ അത് പതിച്ചു. അവർ, ഇവിടെ വചനം പറയുക, പത്രോസിൻ്റെ കൂടെ 11 പേരും എഴുന്നേറ്റ് നിന്നു. ഇന്നലെ തല കുനിച്ച് നിന്റെ തലയെ തമ്പുരാൻ ഓർത്തും. ഇന്നലെ ദേശത്ത് തല കുനിച്ച് നിന്ന നീ ആത്മാവിന്റെ ശക്തിയോടെ എഴുന്നേക്കാൻ പോവുക. ആത്മാവിൽ ഒരു ഇടപെടൽ വരിക. ആത്മാവ് ദൈവം തമ്പുരാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുക. അടുത്ത സ്റ്റെപ്പ് പറയും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ ആ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലെ യഹൂദിയിലെ ശമലിയിലും ദേശത്തിന്റെ അറ്റത്തോളം നീ എന്റെ സാക്ഷികളാകാൻ പോവുക. ആരും ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്നെ ഏറ്റെടുത്തു? ആത്മാവ് ഏറ്റെടുത്തു. പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി നടത്തിപ്പ് ആത്മാവിന്റെ ശക്തിയാല. ഇന്ന് പകൽ അറിയണം, ഇനി നടത്തുന്ന ആരാല? ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഈ പകലിൽ നടത്തപ്പെടുന്നത് ആത്മാവിനാലാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ചില ദൈവികമായ അത്ഭുതങ്ങളെ ഇന്ന് പകലിൽ നടക്കട്ടെ. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്ത് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോ ശക്തി ലഭിച്ചിട്ട് അവസ്ഥ മാറുന്ന എവിടെയാ? ആത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോഴാ. ആണെന്നോ അല്ലെന്നോ? പഴയ അവസ്ഥയ്ക്കകത്തിരിപ്പുണ്ടെങ്കിൽ ആര് വന്നിട്ടില്ല? പഴയ സ്വഭാവത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ, പഴയ ചിന്തയ്ക്കകത്തിരിപ്പുണ്ടെങ്കിൽ എന്ത് വന്നിട്ടില്ല? ആത്മാവ് വന്നിട്ടില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ ഏത് സൃഷ്ടിയായി? പുതിയ സൃഷ്ടിയായി. പഴയത് ഉണ്ടോ? ഇല്ല. പുതിയതാണോ? ഇന്ന് ആലയത്തിലുണ്ടോ? എല്ലാവരും ആലയത്തിലുണ്ടോ? എവിടെ നിൽക്കുന്നേ? അതിന് നിങ്ങൾ എൻ്റെ കൂടെ വരട്ടെ. പഴയ സൃഷ്ടി പഴയടത്തിരിക്കുക, പുതിയതിലേക്ക് വന്നില്ല. പുതിയതിലേക്ക് വരാത്തവനെ പരിശുദ്ധാത്മാവ് നടത്തുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നപ്പോ പത്രോസ് യോഹന്നാനും ആത്മാവ് വന്നിട്ടില്ല. പടകെടുത്തു. പടവുമായി അവരിറങ്ങി. ഒരു കൊയ്ത്തിനിറങ്ങി. രാത്രി മുഴുവൻ അധ്വാനിച്ചു. അക്കരെ നിന്നൊരു ചോദ്യം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ആത്മാവില്ലാത്തവൻ, ദൈവത്തിൻ്റെ നടത്തിപ്പില്ലാത്തവൻ ശൂന്യമായി പടകുമായി നിൽക്കും. ആത്മാവുള്ളവന് വേണ്ടി ദൈവത്തിൻ്റെ നിക്ഷേപം വരും. ഇരുട്ടിലെ ഗുപ്തനിധികൾ അവന്റെ കയ്യിലുണ്ട്. പുരാതന സമ്പത്ത് നിന്റെ കൈകളിലുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ. നിന്നെ ദേശത്ത് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നിന്റെ മേൽ വരണം. ഒരുവനെ ദൈവത്തിന്റെ ആത്മാവ് നടത്താൻ തുടങ്ങിയാൽ നിങ്ങൾ നേരെ നോക്കിക്കോളാം. ഫിലിപ്പോസിന്റെ ദൈവം തമ്പുരാന്റെ കൂടെ നിൽക്കുമ്പോൾ ഫിലിപ്പോസിനോട് യേശു പറയും, ഫിലിപ്പോസേ, ഇവർക്ക് കൂട്ടുവാൻ കൊടുപ്പീൻ, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഫിലിപ്പോസ് ഉടനെ പറയുന്നു, എന്നാ പറയുന്നേ?
പട്ടണം ദൂരമാ, ഇവർക്ക് ആഹാരം കൊടുക്കണേ, പണം അധികമായി വേണം. എന്തില്ലാതിരിക്കുമ്പോൾ, ആത്മാവില്ലാതിരിക്കുമ്പോൾ, ആത്മാവ് ഒരുവന്റെ മേൽ പകരപ്പെടുമ്പോൾ അറിഞ്ഞോണം. ആമി അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ വരുമ്പോ ആമി ഫിലിപ്പോസിന്റെ കൈകളാൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ഇന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോ അവന്റെ സ്ഥിതികളെ ദൈവം തമ്പുരാൻ മാറ്റിക്കളയും. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോ അവന്റെ സ്ഥിതികളെ ദൈവം തമ്പുരാൻ മാറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ആത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ അവൻ ഒരു അത്ഭുതമായി മാറുവാൻ തുടങ്ങും. ഇന്ന് ഭാഷയ്ക്ക് അതീതമാണ്, ഭാഷയ്ക്ക് വലുതാണ്. അത്ഭുതം നടക്കുന്നത് ആത്മാവിന്റെ ശക്തിയാലാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാവുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക, വിശ്വസിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യം വരുമ്പോ വചനം പറയോ, ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 33-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായി മാറുവാൻ കാരണം എന്നാ? അവരുടെ മേൽ പകരപ്പെട്ട ആത്മാവ് ഏതാത്മാവാ? പരിശുദ്ധാത്മാവിനാൽ. ആരാൽ നടത്തപ്പെടുന്നു? നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ സ്നാനപ്പെട്ടോ നിൽക്കുന്നതല്ലയോ ഇത്? പഴയതിനെ വിട്ട് പുതിയ ലക്ഷ്യത്തിലേക്കും കർത്താവിന്റെ വരവിനായി ഒരുങ്ങപ്പെടുന്നുണ്ടെങ്കിൽ ഈ ആത്മാവ് നിന്നെ നടത്തും. ഈ ഭൂമിയിലെ ചില ചക്രത്തിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ആത്മാവിന്റെ പ്രവൃത്തി വരത്തില്ല. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ട്, മതി എന്ന് വെപ്പീൻ. അവൻ എത്ര പേർ ആത്മാവിനകത്ത് വിളിച്ചു പറയുന്നുണ്ട്, എന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമീൻ. ആത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ അവന്റെ സ്ഥിതികളെ മാറ്റുവാൻ തുടങ്ങും. ആത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ ഉയരത്തിലെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ മരുഭൂമി ഉദ്യാനമായി മാറുവാൻ തുടങ്ങും. ആത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരും. അതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ഒരു നടത്തിപ്പ്, പരിശുദ്ധാത്മാവ് ഒരു പ്രാർത്ഥന. എത്ര മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റും ഒരു ദിവസം? എത്ര മണിക്കൂർ? അരമണിക്കൂർ. രക്ഷിക്കപ്പെട്ടവരല്ലേ, സ്നാനപ്പെട്ടവരല്ലേ, സ്വർഗം വിളിച്ച് വേർതിരിച്ചതല്ലേ? ആരുടെ കൂടെ നിൽക്കാൻ വിളിച്ചതാ? കർത്താവിൻ്റെ കൂടെ. എത്ര പേര് ഉപവസിക്കാൻ റെഡിയാവുന്നുണ്ട്? എത്ര പേര് പ്രാർത്ഥനയ്ക്കാതിരിക്കാൻ തയ്യാറാവുന്നുണ്ട്? മാറിയിരുന്ന ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? വിളിച്ചതെവിടാന്ന് ഓർത്താലേ കർത്താവിനെ ആരാധിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. എവിടെന്നാ തമ്പുരാൻ വിളിച്ച് എന്നെ നിർത്തിയെങ്കിൽ ആ കർത്താവിൻ്റെ അരികിൽ നിൽക്കാൻ ഇന്ന് തന്നതല്ല, അവൻ ദാനമായി എനിക്ക് തന്നതാ. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ പ്രാപ്തി കൊണ്ടോ അല്ല, സ്വർഗം കൃപ ചെയ്ത എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആരാധനയ്ക്ക് സമയം കണ്ടെത്തുന്നുണ്ടോ? എന്നും പറയുന്നു, ബ്രദറെ ബന്ധിക്കപ്പെട്ട് കിടക്കുക, വഴി തുറക്കപ്പെടുന്നില്ല. കാരണം നീ തന്നെയാ. ബന്ധനം അഴിയണോ? കെട്ടുകൾ അഴിയണമോ? മരുഭൂമി ഉദ്യാനമാകണോ? സമർപ്പണം വേണം. പരിശുദ്ധാത്മാവ് ഒരുവനെ നടത്തിയാൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട വരത്തില്ല. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പെട്ടെന്ന് ഞാൻ വചനം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കർത്താവിൻ്റെ ദാസനെ ഞാൻ കൈമാറും. മത്തായിയുടെ സുവിശേഷം ഒന്ന് പെട്ടെന്ന് എടുത്തേ. 5-ാം അധ്യായം 48-ാമത്തെ വാക്യം. 5:48. മത്തായിയുടെ സുവിശേഷം 5:48. വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 5:40. ആകയാൽ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും അങ്ങനെ ആകണം. നിങ്ങളും എന്ത് ചെയ്യണം? അങ്ങനെ സൽഗുണപൂർണനാകണം. ഏതാത്മാവുണ്ടെങ്കിൽ, ദൈവാത്മാവ് നടത്തിയാൽ. ഈ ഇതിനെ പൗലോസ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഗലാത്യ ലേഖനം ഒന്ന് എടുത്തേ, അവിടെ വായിച്ച് പെട്ടെന്ന് പ്രാർത്ഥിക്കട്ടെ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം.
10 വാക്യം. ആകയാൽ അവസരം വിശ്വേഷാൽ സഹവിശ്വാസിക്ക് കണ്ടോ, നമ്മൾ എന്നാ ഉള്ളവരായിരിക്കണമെന്ന് പറഞ്ഞു? മനസ്സലിവുള്ളവരാകണം. മറ്റൊരുവൻ്റെ വിഷയത്തെ ഏറ്റെടുത്ത് ഇടിവിൽ പ്രാർത്ഥിക്കുന്നവരാകണം. മറ്റൊരുവൻ്റെ കണ്ണുനീരിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരാകണം. മറ്റുള്ളവൻ്റെ പ്രതിസന്ധിയിൽ നമ്മൾ കൂടെ നിൽക്കുന്നവരാകണം. ആരുണ്ടെങ്കിലും നടക്കത്തുള്ളൂ. അസൂയയില്ലാതെ, പിണക്കമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ ആരാൽ നടത്തപ്പെടണം? പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടണം. പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവർ, അവരെ കർത്താവ് ഗൈഡ് ചെയ്യുന്നേ. എവിടെങ്കിലും ഞാൻ പറയാം, ജീവിതത്തിൽ വഴി അടയപ്പെടുന്നു പോകണ്ടെങ്കിൽ തുറവിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. തുറവി ദൈവം നിനക്ക് വേണ്ടി തുറന്നോളും. പ്രതികൂലത്തെ കണ്ടുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം പ്രതികൂലത്തെ മാറ്റും. പക്ഷെങ്കിൽ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിലിരിക്കണം. നിങ്ങളുടെ മേൽ പകരപ്പെട്ടത് പരിശുദ്ധാത്മാ ശക്തിയാണോ എന്ന് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനാലാണ് നടത്തുന്നത്. എത്ര മണിക്കൂറുകൾ ദൈവസന്നിധി പ്രാർത്ഥനയ്ക്കിരിക്കും? ഞാനിത് പറയുന്നതിൻ്റെ കാരണം പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ട് തന്നെ ഞാൻ പറയുന്നത്. മണിക്കൂറുകൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരിക്കണം. ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ദൈവം നിന്നോട് സംസാരിക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. കർത്താവിൻ്റെ